രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നേരം 8:30 ആയപ്പോഴാണ് എണീറ്റത്. നോക്കിയപ്പോൾ ആണെങ്കിൽ പുറത്ത് നല്ല പെരും മഴ. അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് പല്ല് തേക്കാൻ പുറത്ത് മഴയും കൊണ്ട് നല്ല വൈബ് ആസ്വദിച്ച് പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ലൊക്കെ തേച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് വാപ്പ മീനെ കളിപ്പിച്ച് അങ്ങനെ ഇരിക്കണം. വാപ്പയ്ക്ക് ഈ മൃഗങ്ങളോട് പ്രത്യേക സ്നേഹം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിൽ മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങളാണ്. കാരണം എല്ലാ വക പക്ഷി മൃഗാദികളും ആ വീട്ടിലുണ്ട്. മീൻ, പൂച്ച, പശു, പ്രാവ് എന്നീ വക എല്ലാ വസ്തുക്കളും ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് നല്ല കട്ടൻ ചായ അച്ചപ്പൊക്കെ അമ്മ ടേബിളുമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നൈസായിട്ട് ഞാനും അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക തരം ഒരു വിശപ്പാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് പായസം കഴിക്കാൻ പോതിയത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് എനിക്ക് പായസം ഉണ്ടാക്കി തരുമോയെന്ന്. പായസം ഉണ്ടാക്കാൻ സാധനം ഉണ്ടോ? ഉണ്ടാക്കി തരുമോ? നമ്മളമ്മമാർക്ക് നമ്മൾ പെരീക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. കാരണം പിടിപ്പത് പണിയായിരിക്കും. കാരണം മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെ ഉണ്ടാക്കി തരലായിരിക്കും. നമ്മളങ്ങനെ ഓടിടും അങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോഴാണ് അനിയത്തി നല്ല ചിക്കൻ പൊരിക്കണം കണ്ട. അതിന് 2 പീസ് എടുത്ത് കഴിച്ച് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓൾക്ക് നല്ല അപ്രിസിയേഷൻ കൊടുത്തിരിക്കുന്ന ടൈമാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമായി. ചോറ് കഴിക്കാൻ നല്ല തേങ്ങ അരച്ച കർമ്മൂസക്കറിയും പപ്പടം പിന്നെ നല്ല ചെല്ലി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉമ്മ നല്ല പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കയറി ഒന്നാകെ വാരി കഴിക്കാനാണ് തോന്നിയത്. പിന്നെ ആർത്തി കുറച്ച് ഒതുക്കിയതിന് ശേഷം കുറച്ച് ഗ്ലാസ്സിലാക്കി കുടിച്ചിട്ടോ. സംഭവം നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളമ്മ ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് എന്നും ഹൈലൈറ്റ് ആവുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഈ ലീവിന് ഇങ്ങനെ വരുമ്പോൾ ഈ ഉമ്മാൻ്റെ ഫുഡ് കഴിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞ ലീവിന് വരുന്നത് തന്നെ.